മണ്ണൂട്ടോ നമ്മൾ ട്രിപ്പ് പോവാണ്. ഇന്നത്തെ യാത്ര നമ്മളെ വണ്ടിയിലല്ല കേട്ടോ, നമ്മൾ വണ്ടി വിളിച്ചിട്ടാണ് പോകുന്നത്. ട്രാവലർ വിളിച്ചിട്ടായിരുന്നു. എല്ലാവരും ഉണ്ട് കേട്ടോ, പിള്ളേർ സെറ്റുകളും അമ്മമാരും മാമന്മാരും എല്ലാവരും ഉണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. അച്ഛനും ആപ്പനും ഒക്കെ ഫുൾ ഓൺ പവറിലാട്ടോ. പാട്ടിട്ടതും കിച്ചുമോൻ ഡാൻസ് തുടങ്ങി. നമ്മൾ ആദ്യമോൻ്റെ പുതിയ കൂളിംഗ് ഗ്ലാസ് ലുക്ക് എങ്ങനെയുണ്ട്? അതിന് എല്ലാവരും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കുട്ടിയാണെങ്കിൽ സ്റ്റെക്കായിരിക്കുകയാണ്. ആപ്പനൊക്കെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. മാനന്തവാടിയിൽ നമ്മൾ മാമനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ യാത്ര ഹാപ്പി ആയിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാട്ടോ ചാക്കോ ചേട്ടായി. ചേട്ടായിനെയാണ് നമ്മൾ പണ്ട് മുതലേ നമ്മൾ എന്തൊരു ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിലും വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ എവിടെ യാത്ര പോയാലും നമുക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടോ ഇല്ലെങ്കിൽ ഒരു തൃപ്തി വരില്ല. ഇന്നത്തെ നമ്മുടെ താരം ജിലേബിയോ അച്ചപ്പമാണ്. ഞാനാണ് കേട്ടോ സപ്ലയർ. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ തുടങ്ങി കേട്ടോ. നമുക്ക് പിന്നെ ഡാൻസ് കളിക്കാൻ വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടെ ആൾ വേണമെന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ പിള്ളേരുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ നമ്മളെ കിച്ചൂട്ടൻ മുദ്രയിട്ടുള്ള ഡാൻസ് തുടങ്ങി കേട്ടോ. മുദ്ര മാറി മാറിക്കൊണ്ട് വരുന്നത്, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മുദ്രയിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അങ്ങനെ അവൻ മുദ്ര മാറി മാറിയുള്ള ഡാൻസുകൾ കളിച്ചുകൊണ്ടിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഡാൻസൊക്കെ കളിച്ച് അവശതയായപ്പോൾ പിന്നെ പാട്ടിലോട്ട് കിടന്നു. അപ്പോൾ കുറച്ച് പാട്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പാട്ടൊക്കെ ആസ്വദിച്ച് നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ. ബീച്ചാണേ. പിള്ളേർ നമുക്ക് നമ്മളെ വയനാട്ടിൽ ബീച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി തന്നെയല്ലേ. പയ്യാമ്പലം ബീച്ചിലെത്തിയാൽ നമ്മൾ ആദ്യം കണ്ണു കൊടുക്കുന്ന അവിടുത്തെ സ്മൃതി മണ്ഡപങ്ങളിലോട്ട് തന്നെയല്ലേ. അപ്പോൾ ആദ്യം തന്നെ അവിടെയൊക്കെ ഒന്ന് കയറിയേ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിലോട്ട് ഇറങ്ങാൻ വേണ്ടി വൈകുന്നേരം ആയതുകൊണ്ട് വെയിലോ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ശാന്തമായ അന്തരീക്ഷമായിരുന്നേ. പിള്ളേരൊക്കെ ബീച്ചിലിറങ്ങാൻ വേണ്ടി ത്വര കയറിയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. കുട്ടനൊക്കെ വണ്ടിയിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടോ. അതുകൂട്ടിന് പിന്നെ ഡ്രസ്സ് മാറ്റിക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോഴത്തേന് വെള്ളത്തിലോട്ട് കക്ഷി ഇറങ്ങിപ്പോയി. പിന്നെ മേലൊന്നും നനഞ്ഞതുകൊണ്ട് പനിയൊന്നും പിടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ വേഗം ഡ്രസ്സൊക്കെ ഊരി കളഞ്ഞു കേട്ടോ. അങ്ങനെ കിച്ചുമോനും കുട്ടനും പിന്നെ പുഴയിൽ കളിക്കുന്ന പോലെയാണ് കടലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വീട് തേക്കാനുള്ള മണലിരിക്കുക അവരുടെ മേത്തുനിന്ന് കിട്ടുമായിരിക്കും എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ കളിയാണ് കളിക്കുന്നത് രണ്ടും കൂടി. ഇടയ്ക്കൊക്കെയല്ലേ നമ്മളിങ്ങനെ വരാറുള്ളൂ. അതുകൊണ്ട് അവരവരുടെ ടൈം അങ്ങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് അവർക്കൊരു എത്തും പിടുത്തം ഇല്ലാത്ത കളിയാണ് രണ്ടുപേരും കൂടെ കളിക്കുന്നത്. ആദൂട്ടനും കൂടി കേട്ടോ. കിച്ചുമോനൊക്കെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടലും വെള്ളത്തിൽ കിടക്കലൊക്കെ ആയിരുന്നു. കുറേ ഉപ്പുവെള്ളം കുടിച്ചു എന്തായാലും. ഈ വെള്ളത്തിൽ കളിയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു സീറ്റ് ഞാൻ ബുക്ക് ചെയ്യേണ്ടി വരുമോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു കളിക്കട്ടെ. ആദൂട്ടനും കളി ഇറങ്ങി കേട്ടോ, തന്നെ കളിക്കാനൊക്കെ ഇറങ്ങി. അങ്ങനത്തെ അവിടുത്തെ അംഗമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോൾ ഐസ്ക്രീം കട കണ്ടു. പിന്നെ ഇവർക്കൊക്കെ ഐസ്ക്രീം വേണമല്ലോ. ഐസ്ക്രീമും മേടിച്ചു കൊടുത്ത് തിരിച്ച് നേരെ നമ്മൾ വണ്ടിയിലോട്ട് വന്നേ. തുമ്പീനെ എടുക്കാൻ ലിജോയ്ക്കും കൊടുത്തു, ആദൂട്ടിനെ എടുക്കാൻ ആപ്പനും കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്തിയേ. ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് അമ്പലത്തിലോട്ട് പറശ്ശിനിക്കടവിലോട്ട് പോയിട്ടോ. നൈറ്റൊന്ന് ഇപ്പം അവിടെ തിരുവപ്പനയും വെള്ളാട്ടമൊന്നും ഇല്ല കേട്ടോ. അവിടെ ഇനി ഡിസംബർ 2 തൊട്ടേ ഉള്ളേ. പിന്നെ ഞങ്ങൾ അതിലേക്കൊന്ന് പിള്ളേരെയും കൊണ്ടൊന്ന് ആ കടകളിൽ കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി. അവർക്ക് പിന്നെ അവിടെ കണ്ട എന്തെങ്കിലും ഒരു സാധനങ്ങൾ വേണ്ടാതെ ഇരിക്കില്ലല്ലോ. അപ്പം പിന്നെ വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്ത് കിച്ചുപോന് ഉള്ള സാധനങ്ങൾക്ക് തന്നെ കേട്ടോ ഈ വേണമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വെറൈറ്റി മാറ്റി പിടിക്കടാന്ന്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ നമ്മളെ റൂമിലോട്ട് എത്തിയിട്ടോ. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള സ്നേഹദീപ റെസിഡൻസിയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമ്മളെ ചോറൂണ് വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.